കട്ടപ്പനയിലെ വ്യാപാരിയുടെ ആത്മഹത്യയിൽ കുറ്റക്കാർക്കെതിരെ കേസെടുക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ബി.ജെ.പി. ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിൽ കേസ് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം കട്ടപ്പനയിൽ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നത് ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെക്കും, ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ അടക്കം കേസെടുക്കുമെന്ന് ഉറപ്പ് കിട്ടിയിട്ടേ പോകത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവരുടെ ബന്ധുക്കളെല്ലാം വന്നിട്ടില്ല ഇവിടെ. അപ്പം ഏതാനും നിമിഷം കഴിയുമ്പോൾ ആലോചിച്ച് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും. ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ സമരമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് സ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തത്, എന്ന് വെച്ചാൽ ആത്മഹത്യയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എങ്ങനെയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ മാധ്യമങ്ങളിൽ വെളിയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ ആളുകളുടെ പേര് പറയുന്നുണ്ട്. ഇതുകൂടാതെ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള മൊഴി, ശബ്ദമൊഴി ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. ചുമ്മാ ആത്മഹത്യ ചെയ്തതല്ല. അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളല്ല, 90 ലക്ഷത്തോളം രൂപ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നുള്ളത് ബാങ്ക് ആളുകൾ തന്നെ പറയുന്നുണ്ട്. അത് പല ഘട്ടങ്ങളായിട്ട് തിരിച്ചു കൊടുത്തു. ഇപ്പോൾ മരിച്ചതിന് ശേഷം ഇപ്പോൾ തിരിച്ചെത്ര കൊടുത്തു എന്നുള്ള കാര്യം അവർക്കുണ്ടാക്കാം. CPM ഭരിക്കുന്നു, അവരുടെ ജീവനക്കാരവർ, റിക്കാർഡ് ഉണ്ടാക്കുന്ന അവരിപ്പോൾ എത്ര മൊഴി കൊടുത്ത് 15 ലക്ഷം എല്ലാ പൈസ കൊടുത്തെന്ന് പറഞ്ഞാലും അത് ഈ നാട്ടിലെ കുറേ പേര് വിശ്വസിക്കുകയും CPM പറയുന്നതാണ് ശരിയെന്ന് കുറച്ച് ആൾ ധരിക്കും. പക്ഷേ സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ വിശ്വസിക്കത്തില്ല.